അതാണ് അങ്ങനെ ലോകപ്രശസ്തിയാർജിച്ച ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ കുട്ടിയും എതിരാളിയുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ പോലും എതിരാളിയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് 40 ചാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നോരേകൽ കേട്ടാരേ ഇരുന്നോവർ. 40 കൊല്ലത്തോളം ലോകത്തിന്റെ നാനാഭാഗത്തും ദഅവത്ത് നടത്തി ഇർഷാദ് ചെയ്ത് തർബിയത്ത് ചെയ്ത് നടക്കുകയായിരുന്നു. ഒരു ദിവസം അതാ 40 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു ദിവസം റോട്ടിന്റെ ഓവുചാലിലൂടെ റോട്ടിന്റെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ റോട്ടിന്റെ ഓവുചാലിൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു. ആ മനുഷ്യന്റെ ശരീരമാസകലം വികൃതമായിട്ടുണ്ട്, മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, നിറം മാറിപ്പോയിട്ടുണ്ട്. മാത്രമല്ല സംസാരിക്കാൻ പോലും ശരിയായ കഴിവില്ല. അങ്ങനെ ഒരു മനുഷ്യൻ തല കീക്കാം തൂക്കമായി വീട് കിടക്കുന്നത് കണ്ടപ്പോ ബോധമില്ലാതെ ഒന്ന് അങ്ങോട്ട് എത്തി നോക്കി. അപ്പൊ ഉടനെ തന്നെ ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വരണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ബൗസുല്ലാദം അങ്ങോട്ട് അടുത്ത് ചെന്ന് ആ സമയത്ത് ഈ വ്യക്തി ഇതാ കൈ നീട്ടിക്കൊടുത്തു. ബൗസുല്ലാദം പിന്നെ കയ്യിന്റെ വെള്ളം അങ്ങ് വെച്ചു കൊടുത്തപ്പോ അയിമ പിടിച്ചിട്ട് ഇങ്ങോട്ട് അതാ കരയിലേക്ക് ഇട്ടു. കരയിലേക്ക് ഇട്ട് നോക്കുന്ന സമയത്ത് പിന്നെ അവിടെ അദ്ദേഹത്തിന് യാതൊരു രോഗവുമില്ല, നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു. ഓസുല്ലാദം ചോദിക്കുന്നു, നീ ആരാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു, അനദ്ദീൻ, ഞാൻ അല്ലാഹുവിന്റെ ദീനാണ്, അഥവാ ദീനിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വന്ന മലക്ക് ആണ്. എന്നിട്ട് പറയുന്നു, ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ പുത്തൻ പ്രസ്ഥാനക്കാർ ദീനിനെ ഹറാബാക്കിയിരിക്കുന്നു, അവര് ദീനിനെ ഫസാദാക്കിയിരിക്കുന്നു. നീ എന്നെ ആദ്യം കണ്ടതുപോലെയാണ് ഇപ്പോൾ ദീനിന്റെ അവസ്ഥ. ഒട്ടാകെ വികൃതമായി കിടക്കുന്നു, നിറം മാറിയിരിക്കുന്നു, തല താഴോട്ട് വീട് കിടക്കുകയാണ്. എന്നാൽ എന്നെ നീ കൈപിടിച്ച് ഉണർത്തിയപ്പോൾ ഞാൻ ഹയാത്തായതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ നിങ്ങൾ ഹയാത്താക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളോട് പറയുന്നു. ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്, ആ ദീനിനെ പറ്റി പറയാൻ വന്ന മലക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതാ പറഞ്ഞു കൊടുക്കുകയും, സമ്മാക്കല്ലാഹു മുഹ്യിദ്ദീൻ, അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള നിങ്ങൾക്ക് മുഹ്യിദ്ദീൻ എന്ന പേര് വച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ട്, സഹോദരങ്ങളെ, അന്ന് മുതൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ കൂടുതൽ പറയാനും എഴുതാനും തുടങ്ങി. കിതാബുൽ ഗുന്യത്തിൽ താലിബി തരീഖുൽ ഹഖ് എന്നൊരു കിതാബ്, ആ കിതാബിൽ അവിടുന്ന് പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅ, മുഅ്മിനായ മനുഷ്യന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്ന്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിന്തുടരാത്തവന് ഈമാൻ നിലനിൽക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവിടത്തേക്ക് എതിർപ്പ് വന്നത്. അതിന് മുമ്പ് എതിരാളികളില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കുട്ടികളെ, യുവാക്കളെ, നിങ്ങളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അതിന് എതിരായിട്ട് നമ്മളെ പല കക്ഷികളും ഇവിടെ വരും. അവരുടെ കുതന്ത്രങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങൾ ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിന്നാൽ അള്ളാഹു നമുക്ക് സഹായിക്കും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. ഇപ്പോ സുദ്ദീഖ് സക്കാഫി നിങ്ങൾ പ്രസംഗിച്ചു, ഉസ്മാൻ സക്കാഫി ഇവിടെ ഉണ്ട്, വേറെ കുറെ സക്കാഫികൾ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ 7000-ലധികം സക്കാഫികളെ മർക്കസ് സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ചിലർ എഴുത്തുകാരാണ്, ചിലർ പ്രാസംഗികന്മാരാണ്, മറ്റു ചിലർ
വേറെ ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന 7000-ലധികം സഖാഫികൾ, അതുപോലെ 8000-ലധികം അവിടുത്തെ യതീം മക്കൾ, അല്ലാത്ത ധാരാളം വിദ്യാർത്ഥികൾ. അബൂബക്കർ പത്തംകുളം ഇപ്പോഴിവിടെ കണ്ടു, ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. മർക്കസ് സഖാഫത്തി സുന്നിയിൽ ചെറിയ കുട്ടിയായി വന്ന് പഠിച്ച ആളാണ്. ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്ത് വലിയ ഉദ്യോഗം വഹിക്കുന്നു. അങ്ങനെ ലോകത്ത് മുഴുവനും ഉദ്യോഗം വഹിക്കുന്നവരായി ഏകദേശം 75,000-ലധികം വിദ്യാർത്ഥികളെ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് ഇറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ കീഴിലായി കേരളത്തിലും കാശ്മീർ തുടങ്ങി ബംഗാൾ, UP, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ എല്ലാ തലങ്ങളിലുമായി 1,00,000-ലധികം കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന മർക്കത്തു സഖാഫത്തി സുന്നിയ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയതല്ലേ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളർന്നതല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖും അവന്റെ സഹായവും ഉണ്ടായാൽ എല്ലാം വളരും, എല്ലാം വിജയിക്കും. ശത്രുക്കൾ ഒരു ഭാഗത്ത് ഉണ്ടാകും, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത് ഏത് വ്യക്തികൾക്കുമുണ്ട്. അമ്പിയാക്കൾക്ക് ഉണ്ടായാൽ പിന്നെ നമുക്കില്ലാതിരിക്കും. അമ്പിയാക്കൾക്കുണ്ട്, ഔലിയാക്കൾക്കുണ്ട്, സ്വാലിഹീങ്ങൾക്കുണ്ട്. വലിയ മുഅ്ജിസത്തുള്ളവർക്കും കറാമത്തുള്ളവർക്കും ഒക്കെ ഉണ്ടായപ്പോൾ സാധുക്കളായ നമുക്ക് ഇല്ലാതിരിക്കൂലല്ലോ. ഏതായാലും നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ആ ശത്രുക്കൾ പറയുന്ന വാക്കിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ പാടില്ല, അത് പറയേണ്ടതില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി നല്ല കാര്യങ്ങൾ നാട്ടിലൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. നല്ല സൽസ്വഭാവികളാവുക. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, ആരും ഖളാ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി എനിക്ക് സമ്മേളനത്തിന് പോകാൻ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയും നമ്മുടെ പ്രവർത്തനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മുർ-റഹീമായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരണം റഹ്മാനെ.